നമസ്കാരം. മധുര ബൺ പൊറോട്ട തിന്നാൻ കോയമ്പത്തൂരിലേക്ക് പോയാണേ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മധുര ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി മധുര വരെ പോകേണ്ട ആവശ്യമില്ല. കോയമ്പത്തൂരിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ കോയമ്പത്തൂർ തന്നെ കഴിക്കുവാൻ പറ്റുന്ന ഒറിജിനൽ മധുര ബൺ പൊറോട്ട കിട്ടും എന്ന പ്രതീക്ഷയിലാണ്, കിട്ടുമെന്നറിഞ്ഞ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. കോയമ്പത്തൂർ ഗാന്ധിനഗറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കട സ്ഥിതി. ഇതിൻ്റെ പേര് തന്നെ മധുര ബൺ പൊറോട്ട കട എന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും കറങ്ങി ഇവിടെ തന്നെ വന്നത്. നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ട്, പഴയ ടേസ്റ്റ് ഇപ്പോഴും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അന്ന് വരുമ്പോൾ വലിയ തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. കാട ഫ്രൈ ഉണ്ടോ? കാട ഫ്രൈ, മട്ടൻ കറി. മട്ടൻ എന്താ വേണ്ട? മട്ടൻ കറി, ഒരു കാട ഫ്രൈ, ഒരു മട്ടൻ കറി. വേണ്ട. ആ പഴയ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ബൺ പൊറോട്ടയ്ക്കില്ല, മധുര ബൺ പൊറോട്ടയ്ക്കില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അന്ന് കഴിച്ച ആ ടേസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വന്നത്. ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് തന്നെ പറയാം. കൂടെ പറഞ്ഞത് ഒരു ഹാഫ് ഷവായും അതുപോലെ കാട ഫ്രൈയും മട്ടൻ കറിയുമാണ്. കാട ഫ്രൈയും ഷവായി എനിക്കിഷ്ടപ്പെട്ട്, കുഴപ്പമില്ല. കാട ഫ്രൈ നല്ലതായിരുന്നു. ഷവായി ഒരു ആവറേജിന് മേളിലുള്ള ടേസ്റ്റുള്ള സംഭവമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മധുര ബൺ പൊറോട്ടയും മട്ടൻ കറിയും ചതിച്ചു എന്ന് തന്നെ പറയാം. ഈ മട്ടൻ കറിക്ക് ഒരു വല്ലാത്ത ടേസ്റ്റ്. അത് നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ പിടിക്കാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. തമിഴർക്ക് ചിലപ്പോൾ അത് പിടിക്കുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും മട്ടൻ കറി എനിക്ക് വളരെ ഒരു മോശം അനുഭവമാണ് ഉണ്ടാക്കിയത്. മധുര ബൺ പൊറോട്ടയ്ക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. സോഫ്റ്റ് അല്ലായിരുന്നു, ഇച്ചിരി കട്ടി കൂടുതലുള്ളതായിട്ട് തോന്നി. അതായിരിക്കും ടേസ്റ്റ് അനുഭവപ്പെടുമായിരുന്നത്. ഗോലി സോഡ 2 മേടിച്ച്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ഗോലി സോഡ. പല കടകളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഗോലി സോഡയുണ്ട്. തമിഴ്നാട്ടിൽ നേരത്തെ വ്യാപകമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഗോലി സോഡ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ നിരാശ നിഴലിച്ചു നിൽക്കുകയാണ്. സംതൃപ്തി ഒട്ടും തന്നെ എത്തിയില്ല. കാട ഫ്രൈക്ക് മാത്രമാണ് നമ്മളെ കുറച്ചെങ്കിലും സന്തോഷിപ്പിക്കാൻ സാധിച്ചത്. ബാക്കിയെല്ലാം ഗദാഹുവ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്കെല്ലാം ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഷവായി കുഴപ്പമില്ലായിരുന്നു. ആവറേജ് ടേസ്റ്റ് സാധാരണ ഷവായി പോലുള്ള എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനില്ല. അതിൻ്റെ 90 രൂപയാണ് ബില്ലായത്. നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ.